ഒക്കെ ഒരു ഷുഗറുള്ള ആൾ ഡോക്ടറെ കാണിക്കാൻ പോയാൽ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പുറമേക്ക് എഴുതി കൊടുക്കുകയാണ്. പുറത്തു പോയി വലിയ പണം കൊടുത്ത് നമ്മൾ പരിശോധന നടത്തേണ്ട ഒരു അവസ്ഥ. എന്നാൽ ഈ കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ആ രൂപത്തിൽ ചികിത്സാ രംഗത്ത് വലിയ വിപുലത നേടിയിരിക്കുന്നു. കേവലം പരിശോധിച്ച് മരുന്ന് നൽകുക എന്നതിനപ്പുറം അത്യാവശ്യമാണ്. എല്ലാ കാലവും ലാഭമാണ് അവരുടെ ചിന്ത. വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ പേരിൽ ഈ നാടിനകത്ത് സ്വകാര്യ സ്ഥാപനങ്ങൾ തയ്ച്ചുവിടുകയും സർക്കാർ സ്കൂളുകൾ നിലംപൊത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓർക്കുന്നില്ലേ നിങ്ങൾ കേരളത്തിൽ ശ്രദ്ധേയമായ മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടൽ ഭീഷണിയെ നേരിട്ടു. കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ അത് പറഞ്ഞു. മലാപ്പറമ്പ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ധാരാളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന സർക്കാർ സ്കൂൾ ആ സംവിധാനം അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. വിദ്യാർത്ഥികളില്ല. അത് പൂട്ടാനുള്ള താക്കോലുമായാണ് ഐക്യജനാധിപത്യ മുന്നണി നടന്നത്. പക്ഷേ ഇടതുപക്ഷ സർക്കാർ ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നു. ആ സ്കൂളിനെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. വിദ്യാർത്ഥികളുള്ള ഒരു നല്ല വിദ്യാലയമായി മലാപ്പറമ്പ് സ്കൂൾ മാറിയിട്ടുണ്ട്. അത് കേവലം ഒരു മലാപ്പറമ്പ് സ്കൂളിന്റെ കാര്യം മാത്രമല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ലാഭം കൊയ്യാനുള്ള ഏർപ്പാടാക്കി മാറ്റുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ നടപടികളിൽ നിന്ന് വ്യത്യസ്തയിലേക്ക് തിരിച്ചു വന്നത്. ആ രൂപത്തിൽ 10 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടുകൂടി സർക്കാർ സ്കൂളുകളിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ഇച്ഛാശക്തിയുള്ള ഒരു നിലപാട് സ്വീകരിച്ചവർ കേരള സംസ്ഥാനത്തിനകത്ത് ഇടതുപക്ഷ സർക്കാരാണ് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഒരുപാട് അധ്യാപകർ അവർക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യവും ഇതിന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ വിദ്യാർത്ഥികളെ പൊതുവിദ്യാലയത്തിലേക്ക് എത്തിക്കുക മാത്രമല്ല, ഈ നാടിനകത്തടക്കം സാധാരണക്കാരായ അധ്യാപകർ ഏറെ പ്രയാസപ്പെട്ട് പഠിച്ച് അധ്യാപക വൃത്തിയിൽ എത്തിച്ചേർന്ന ആളുകൾ കുട്ടികൾ ഇല്ല എന്നതിന്റെ പേരിൽ, അതേപോലെ തന്നെ ഭാവിയിൽ ഒരു പ്രതീക്ഷയില്ല എന്നതിന്റെ പേരിൽ അധ്യാപക ജോലിയിലേക്ക് കടന്നു വരാൻ പ്രയാസം അനുഭവിച്ചിരുന്ന ആ അവസ്ഥ കൂടി ഇല്ലാതാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചത് ഇടതുപക്ഷ സർക്കാരാണ് എന്ന് നമുക്കറിയാം. ഇത് തന്നെയാണ് വ്യാവസായിക മേഖലക്കെടുക്കുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ നാടിനകത്ത് ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലിരുന്ന സന്ദർഭത്തിൽ വ്യാവസായിക മേഖലക്കകത്ത് വമ്പൻ കച്ചവടമായിരുന്നു.